സോ ഇന്നത്തെ ഈ വീഡിയോ നിരവധി യൂസർ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിലവിൽ ആപ്പിളിൻ്റെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർപോഡ്സ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ എയർപോഡ്സ് 4th ജനറേഷനാണ്. എയർപോഡ്സ് 4th ജനറേഷൻ വിത്തൗട്ട് ANC. അതിനുശേഷം ഇതേ 4th ജനറേഷനിൽ നമുക്ക് വിത്ത് ANC വരുന്നുണ്ട്. അതാണ് എൻ്റെ കയ്യിലുള്ളത്. സോ ഇത് വേഴ്സസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ എയർപോഡ്സ് 4th ജനറേഷൻ വിത്ത് ANC ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഷെയർ ചെയ്യുന്ന ഒരു ബഡ്, അതാണ് റിയൽമിയുടെ Air 7 Pro എന്നുള്ളത്. സോ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഏത് നമുക്ക് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. സോ ഒരു ആപ്പിൾ യൂസർ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല എയർപോഡ്സ് തന്നെ ഓപ്റ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ മൾട്ടിപ്പിൾ ആപ്പിൾ ഡിവൈസുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയർപോഡ്സ് ആ കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്കോസിസ്റ്റത്തിൻ്റെ പരമായിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ലഭിക്കുന്നതാണ്. എന്നാൽ എല്ലാവർക്കും അഫോർഡബിൾ ആണോന്നില്ല, കാരണം ഇതിൻ്റെ പ്രൈസ് അതുപോലെയാണ്. അവിടെയാണ് റിയൽമി, ഓപ്പോ പോലുള്ള ബ്രാൻഡുകളുടെ TWSകൾ ഉപകാരപ്പെടുന്നത്. അതിൽ റിയൽമി വളരെ ഇതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സൗണ്ട് ക്വാളിറ്റി ആൻഡ് ഓഡിയോ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ റിയൽമിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡ്യുവൽ ഡ്രൈവേഴ്സാണ് വിത്ത് ഡ്യുവൽ DACs. അതുകൊണ്ട് തന്നെ ഡീപ്പർ ആയിട്ടുള്ള ഒരു ബാസ് ലഭിക്കുന്നു വിത്ത് സ്ട്രോങ്ങർ ലോ എൻഡ്, അതോടൊപ്പം ക്ലിയർ ആയിട്ടുള്ള മിഡ്സും ഹൈസും ലഭിക്കുന്നു. ഇതോടൊപ്പം 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ടും റിയൽമിയിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഓൺ ദ അതർ ഹാൻഡ് എയർപോഡ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്കറിയാം, എസ്പെഷ്യലി എയർപോഡ്സ് പ്രോയിലുള്ള അതേ സ്പേഷ്യൽ ഓഡിയോ ഫീച്ചേഴ്സ് നമുക്ക് എയർപോഡ്സ് 4th ജനറേഷനിലുണ്ട്. അതും വിത്ത് ഡൈനാമിക് ഹെഡ് ട്രാക്കിംഗ്. അതായത് നമ്മളുടെ ഹെഡ് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുന്നതനുസരിച്ച് ഈ വരുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഓഡിയോയുടെ ആ ഒരു ഡിഫറൻസ്, നമുക്ക് ആ വേരിയേഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പം എയർപോഡ്സ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും എയർപോഡ്സ് 4th ജനറേഷൻ ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രത്യേകിച്ചും റിച്ച്നെസ്സും ഡെപ്തുമുള്ള ഒരു ഓഡിയോ ക്വാളിറ്റിയാണ് എയർപോഡ്സുകൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എയർപോഡ്സുകളുടെ ഓഡിയോ ട്യൂണിംഗ് എന്ന് പറയുന്നത് ഈ റേഞ്ചിൽ വരുന്ന മറ്റുള്ള TWSനേക്കാൾ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. 2, നോയ്സ് ക്യാൻസലേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി. ഇവിടെയാണ് ബഡ് ടൈപ്പ് വരുന്ന റിയൽമി പോലുള്ള ബഡുകൾക്ക് കുറേ കൂടെ അഡ്വാൻറ്റേജ് ലഭിക്കുന്നത്. കാരണം റിയൽമിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ് ടു -53 decibels വരെയാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആംബിയൻ സൗണ്ടുകളെയും അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ സൗണ്ടുകളെയൊക്കെ നല്ല രീതിയിൽ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതേസമയം നമ്മൾ എയർപോഡ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇതിന് ബഡുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത്തെ കാര്യം ചെവിയിൽ വെക്കുമ്പം ഫുള്ളി കവറായിട്ട് ഇരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ചെയ്താലും മോശമല്ലാത്ത ഒരു ക്വാളിറ്റി, അതായത് ഔട്ട്സൈഡ് നോയ്സിനെ അല്ലെങ്കിൽ ആംബിയൻസിനെ കട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ റിയൽമി ആയിരിക്കും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ കാര്യത്തിൽ എയർപോഡ്സ് 4th ജനറേഷനേക്കാൾ ഫാർ ബെറ്റർ. എന്നാൽ ഇതിലുള്ള ട്രാൻസ്പെറൻസി മോഡ് നമുക്ക് ചെവിയിൽ നിന്ന് ബഡ് എടുക്കാതെ തന്നെ ആൾക്കാരുമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ വെളിയിലുള്ള സൗണ്ട് കൃത്യമായിട്ട് കേൾക്കാനും സാധിക്കുന്നതാണ്. പിന്നീട് ബാറ്ററി ലൈഫ് ആൻഡ് ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അപ് ടു 48 hours ഓഫ് പ്ലേ ബാക്ക് ആണ് യൂസിങ് കേസ്, അതായത് കേസിലെ ചാർജും ചെയ്തുകൊണ്ട് തന്നെ റിയൽമി ബഡ് Air 7 Pro പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫാസ്റ്റ് ചാർജിങ് എനേബിൾഡ് ആണ്. അതുകൊണ്ട് തന്നെ 10 minutes കേസിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ് ടു 10 hours വരെയുള്ള ഒരു പ്ലേ ബാക്ക് ടൈം ഈ ഒരു 10 മിനിറ്റിലെ ചാർജ് കൊണ്ട് റിയൽമി ബഡ് റിയൽമി ബഡ് Air 7 Proയ്ക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ കമ്പയറിംഗ് ടു എയർപോഡ്സ്, ഒരു സിംഗിൾ ചാർജിൽ വിത്ത് യൂസിങ് കേസ് നമുക്ക് അപ് ടു 30 അല്ലെങ്കിൽ 32 hours വരെ പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നതാണ്. സോ ബാറ്ററി ലൈഫ് അല്ലെങ്കിൽ ബാക്കപ്പിൻ്റെ കാര്യത്തിൽ എയർപോഡ്സ് 4th ജനറേഷനേക്കാൾ ഫാർ ബെറ്റർ ആണ് റിയൽമി Air 7 Pro എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ റിയൽമിക്ക് ഇല്ലാത്ത കുറച്ച് അഡ്വാൻറ്റേജുകൾ എയർപോഡ്സ് 4th ജനറേഷൻ ഉണ്ട്. ഒന്ന്, വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. 2, മാക്സേഫ് ഇതിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാക്സേഫ് എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസുകളിൽ ഈസി ആയിട്ട് വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഫൈൻഡ് മൈ സിറി ഇൻറ്റഗ്രേഷൻ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എയർപോഡ്സ് നഷ്ടപ്പെട്ടാൽ ഫൈൻഡ് മൈ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താനും സാധിക്കും. അതോടൊപ്പം തന്നെ സിറി ഉപയോഗിച്ചുകൊണ്ട് ഓരോ കമാൻഡ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. 4, കണക്ടിവിറ്റിയാണ്. ബ്ലൂടൂത്ത് 5.4 ആണ് റിയൽമിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി ഡിവൈസ് പെയറിംഗ് ഉണ്ട്. അതോടൊപ്പം ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് റിയൽമി നമുക്ക് പെയർ ചെയ്യാൻ സാധിക്കും. എന്നാൽ എയർപോഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം H2 എന്ന് പറയുന്ന ഒരു ചിപ്പ് തന്നെയാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചിപ്പാണ് എയർപോഡ്സിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആപ്പിൾ ഡിവൈസ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു ഇക്കോസിസ്റ്റത്തിൽ വളരെ സീംലെസ് ആയിട്ട് നമുക്ക് ഈ ഒരു എയർപോഡ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും. കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. H2 എന്ന് പറയുന്ന ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ ഡിവൈസിലേക്ക് ഓഡിയോ വരെ നമുക്ക് ഷെയർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ഒരു സീംലെസ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റവും അതിൻ്റെ ഇൻറ്റഗ്രേഷനുമാണ് മറ്റുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഇതുപോലത്തുള്ള TWSന് മിസ്സായി പോകുന്നൊരു കാര്യം കമ്പയറിംഗ് ടു ആപ്പിളിൻ്റെ എയർപോഡ്സ്. 5, കംഫർട്ട് ആൻഡ് ബിൽഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഒരു എയറോസ്പേസ് ഗ്രേഡ് അലുമിനിയം ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം IP55 വാട്ടർ, സ്വെറ്റ് ആൻഡ് ലൈറ്റ് റെയിൻ റെസിസ്റ്റൻ്റ് ആണ് റിയൽമിയുടെ
എയർ 7 ബഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം സ്റ്റെമ്മിൽ ടച്ച് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് എയർപോഡ്സിലേക്ക് വരുമ്പം നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈറ്റ് വെയിറ്റ്. നമുക്ക് ചെവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ലൈറ്റ് വെയിറ്റ് ആണ്, പ്രീമിയം ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം വളരെ കംഫർട്ടബിളി നമുക്ക് വെയർ ചെയ്യാൻ സാധിക്കും. സോ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആപ്പിൾ ഡിവൈസ് യൂസറാണ്, അല്ലെങ്കിൽ പ്ലാനിങ് ടു ബൈ മൾട്ടിപ്പിൾ ആപ്പിൾ ഡിവൈസ് എന്നുണ്ടെങ്കിൽ, സോ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എയർപോഡ്സ് ഓപ്റ്റ് ചെയ്യാം. കാരണം ആപ്പിൾ ഡിവൈസുകളുമായിട്ടുള്ള സീംലെസ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ, അതാണ് ഈക്കോസിസ്റ്റമായിട്ട് നല്ല രീതിയിൽ ഒത്തിണങ്ങിപ്പോവും. രണ്ട് കുഴപ്പമില്ലാത്ത ഒരു ANC, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഇതിലുപരി നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, റിച്ചർ ആയിട്ടുള്ള ഒരു ഓഡിയോ സൗണ്ട് ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എയർപോഡ്സ് ഓപ്റ്റ് ചെയ്യാം. എന്നാൽ റിയൽമി ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, മോശമല്ലാത്ത ഒരു ഓഡിയോ ക്വാളിറ്റി. രണ്ട്, ബെറ്റർ ഐസൊലേഷൻ, അതായത് ANC. മൂന്ന്, നല്ല രീതിയിലുള്ള ബാറ്ററി ലൈഫ്. 48 ഹവേഴ്സാണ് നിങ്ങൾക്ക് ഒരൊറ്റ സിംഗിൾ ചാർജിൽ വിത്ത് യൂസിങ് കേസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള EQ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൺസിഡർ എങ്കിൽ തീർച്ചയായിട്ടും റിയൽമി ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.